സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ഒന്നും രണ്ടും ഗവൺമെൻറ് സംസ്ഥാനത്താകെ കിഫ്ബി വഴി വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ മാവേലിക്കര മണ്ഡലത്തിലെ ആരോഗ്യ, വിദ്യാഭ്യാസ, പശ്ചാത്തല, സൗകര്യ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ 132 കോടി രൂപയുടെ കിഫ്ബിയുടെ വികസനം നടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ 14 കോടിയോളം രൂപയാണ് വിവിധ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും പ്രവർത്തനങ്ങൾ തുടങ്ങിയതും പൂർത്തീകരിച്ചതുമായ പദ്ധതികൾ. പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി മാവേലിക്കരയിലെ റോഡുകൾ കിഫ്ബിയുടെ സഹായത്തിൽ മിന്നിത്തിളങ്ങുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു മാവേലിക്കരയിലെ കല്ലുമല റെയിൽവേ മേൽപ്പാലം. കിഫ്ബി വഴി 38.22 കോടി ചിലവഴിച്ചുകൊണ്ടാണ് ആ വലിയ ആവശ്യത്തിന് ഗവൺമെൻറ് നിറം പകർന്നു നൽകി ആ സ്വപ്നം പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇതിൻ്റെ ഭാഗമായി സ്ഥലമേറ്റെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി 11 കോടിയോളം രൂപ സ്ഥലമേറ്റെടുത്തവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ടെൻഡർ നടപടികളിലേക്ക് കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനം പോവുകയാണ്. ഏറ്റവും വേഗത്തിൽ മാവേലിക്കരയുടെ ഒരു വലിയ പ്രശ്നത്തിന് കിഫ്ബിയുടെ തണലിൽ പരിഹാരമാകുകയാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. മറ്റൊന്നാണ് മാവേലിക്കര ജില്ലാ ആശുപത്രി. മാവേലിക്കരയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മാവേലിക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് 50 കിലോമീറ്ററിനപ്പുറമുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ജില്ലാ ആശുപത്രിയിലെ 132 കോടി രൂപയുടെ വികസനം പൂർത്തിയാകുന്ന നിലയിലേക്ക് എത്തുന്നു. 7 നില കെട്ടിടം, ബഹുനില കെട്ടിടം പൂർത്തിയായിരിക്കുന്നു. അടുത്ത വർഷം പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക്, നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറുകയാണ്. മെഡിക്കൽ കോളേജ് വരെ എല്ലാ കാര്യങ്ങൾക്കും പോകാതെ മാവേലിക്കരയിൽ തന്നെ ഇക്കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആരോഗ്യ മേഖലയുടെ ശ്രദ്ധേയമായ കരുത്തും കാവലുമായി കിഫ്ബിയുടെ ഈ പ്രോജക്റ്റിലൂടെ മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കായി 14 കോടി രൂപയാണ് കിഫ്ബി വഴി മാവേലിക്കര മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടുള്ളത്. 5 കോടി രൂപയുടെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൻ്റെ, ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇലിപ്പിക്കുളം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ സ്കൂള് വള്ളികുന്നം പഞ്ചായത്തിലെ 3 കോടി രൂപയിൽ സ്കൂൾ കെട്ടിടവും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചുനക്കര സ്കൂളിൻ്റെ 3 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. കുടശനാട് സ്കൂളിൽ 1 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്.
ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ മാവേലിക്കരയിൽ 1 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. കുന്നം സ്കൂള്, ആ സ്കൂളിൽ 1 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. സമഗ്രമായ വിദ്യാഭ്യാസ വികസനത്തിന് മാവേലിക്കര മണ്ഡലത്തിൽ കിഫ്ബി മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളാകെ സാക്ഷ്യപ്പെടുത്തുന്ന സാഹചര്യം ഈ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. റോഡുമായി ബന്ധപ്പെട്ട് പുതിയാവ് കറ്റാനം റോഡ് 18 കോടി രൂപയാണ് ഈ റോഡിൻ്റെ നവീകരണത്തിനായി ചിലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ താമരക്കുളം വെറ്റമുക്ക് റോഡ് 3 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന മാവേലിക്കര മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് താമരക്കുളം വെറ്റമുക്ക് റോഡ്. 68 കോടി രൂപയാണ് കിഫ്ബി വഴി നടപ്പിലാക്കുന്നത്. അതിൻ്റെ 1ാം ലെയർ BMBC നിലവാരത്തിലുള്ള റോഡിൻ്റെ BM ചെയ്ത് പൂർത്തീകരിച്ചു കഴിയുന്ന സാഹചര്യമുണ്ടായി. ജനങ്ങളാകെ ഒരു വലിയ പ്രയാസത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നാണ് പഴയ അവസ്ഥയിൽ നിന്നിൻ്റെ റോഡ് മാറിയതിൻ്റെ ഭാഗമായിട്ട് വലിയ ആഹ്ലാദമാണ് പങ്കുവെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും പശ്ചാത്തല സൗകര്യ വികസന രംഗത്തും മാവേലിക്കരയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കിഫ്ബി വഴി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ വലിയ വികസന കാഴ്ചപ്പാടിൻ്റെ ചിറകിലേറി മാവേലിക്കരയും കുതിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മാവേലിക്കരയെ കിഫ്ബിയുടെ തണലിൽ വികസനത്തിൻ്റെ മറ്റൊരു പാത ജനങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.